ഹായ് ഫ്രണ്ട്സ്, 9ാം ക്ലാസ്സിൻ്റെ ഇംഗ്ലീഷ് ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്നിവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് യൂണിറ്റ് 4-ലെ ഫസ്റ്റ് ചാപ്റ്ററാണ് ദ ജംഗിൾ എയർ ക്രാഷ്. ചാപ്റ്ററിൻ്റെ പേരാണ് ദ ജംഗിൾ എയർ ക്രാഷ്. നമുക്കറിയാം, ഇതിൽ ഓൺ കില്ലിംഗ് എ ട്രീ എന്ന പോയിന്റ് നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്, ഒരു മരം വെട്ടുന്നതുമായിട്ടുള്ളത്. അപ്പോൾ ഇനി ഈ യൂണിറ്റിൽ 2 ചാപ്റ്റർ മാത്രമേ ഉള്ളൂ, ദ ജംഗിൾ എയർ ക്രാഷ്, അതുപോലെ തന്നെ ദ ലാസ്റ്റ് ലീഫ്. അപ്പോൾ ഇപ്പം നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത് ദ ജംഗിൾ എയർ ക്രാഷ്, അതായത് കാട്ടിൽ വെച്ചിട്ട് ഒരു വിമാനാപകടം ഉണ്ടായി. ഇത് നരേറ്റീവാണ്, ഒരു വിവരണമായിട്ടാണ് തന്നിട്ടുള്ളത്. ചാപ്റ്ററിലേക്ക് നമുക്ക് വരാം. ദി ജംഗിൾ എയർ ക്രാഷ്, അതായത് ജംഗിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാട്, ദ ജംഗിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാട്, എയർ ക്രാഷ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിമാനാപകടം. എയർ ക്രാഷ്, വിമാനം ഇടിച്ച് തകരുക, ആകാശത്തിൽ വെച്ച് വിമാനം ഇടിച്ച് തകരുക, അതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇത് എഴുതിയിരിക്കുന്നത് ജൂലിയാനെ കൊപ്പെക് ആണ്. അവരവരുടെ ജീവിതത്തിലുണ്ടായ ഒരു അനുഭവം നമ്മളെടുത്ത് പറയുകയാണ്. എന്താണ് പറയണമെന്ന് നോക്കാം. ഐ ഹാവ് ആൾവേസ് എൻജോയ്ഡ് ഫ്ലൈയിങ്. ഞാൻ എപ്പോഴും വിമാനയാത്ര ഇഷ്ടപ്പെട്ടിരുന്നു, എൻജോയ് ചെയ്തിരുന്നു. വിമാനത്തിലുള്ള യാത്ര ഞാൻ ഇഷ്ടപ്പെട്ടിരുന്നു എന്ന് ജൂലിയാനെ പറയുന്നു. മൈ മദർ ആൻഡ് ഐ, ഞാനും എൻ്റെ അമ്മയും, ബോർഡഡ്, ഞങ്ങൾ കയറിയിരുന്നു. എന്താ ബോർഡഡ് എന്ന് പറഞ്ഞാൽ കയറിയിരുന്നു, യാത്ര ചെയ്യാൻ വേണ്ടിയിട്ട് കയറിയിരുന്നു. എവിടെയാണ് കയറിയിരുന്നത്? ലാൻസ എയർലൈൻസ് ഫ്ലൈറ്റ് 508. അതായത് ലാൻസ എയർലൈൻസ് എന്ന് പറയുമ്പോൾ നമ്മളുടെ നാട്ടിലാണെങ്കിൽ ഇന്ത്യൻ എയർലൈൻസ് എന്നല്ലേ നമ്മൾ പറയുക, അതുപോലെ അവരുടെ നാട്ടിൽ ലാൻസ എയർലൈൻസ് ഫ്ലൈറ്റ് നമ്പർ പറയുന്നത് 508 ആ 508 ലാൻസ എയർലൈൻസിൽ കയറിയിട്ടായിരുന്നു ഞങ്ങളുടെ യാത്ര. ആസ് ഐ ഹാഡ് ജസ്റ്റ് ഫിനിഷ്ഡ് സെക്കൻഡറി സ്കൂൾ ഇൻ ലിമ. ഞാൻ അന്നേരം എൻ്റെ സെക്കൻഡറി സ്കൂള് ജസ്റ്റ് ഫിനിഷ് ചെയ്തിട്ടുള്ളൂ. സെക്കൻഡറി സ്കൂൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10ാം ക്ലാസ്സാണ് ഉദ്ദേശിക്കുന്നത്. സെക്കൻഡറി സ്കൂൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 10ാം ക്ലാസ്സാണ്. ഹയർ സെക്കൻഡറി എന്ന് പറഞ്ഞാൽ സെക്കൻഡറിയേക്കാൾ ഉയർന്നത്, അതായത് 10ാം ക്ലാസ്സിനേക്കാൾ ഉയർന്നതെന്ന് പറയുമ്പോൾ +1 +2 അല്ലേ. അപ്പോൾ ലിമ എന്ന സ്ഥലത്ത് ലിമ എന്ന് പറയുന്ന സ്ഥലത്ത് സ്കൂളിൽ എൻ്റെ സെക്കൻഡറി സ്കൂൾ വിദ്യാഭ്യാസം കഴിഞ്ഞിട്ടാണ് ഈ യാത്ര ഉണ്ടായത്. ആൻഡ് വി വാണ്ടഡ് ടു സ്പെൻഡ് ക്രിസ്മസ് വിത്ത് മൈ ഫാദർ ഇൻ അവർ ജംഗിൾ ഹട്ട്. അങ്ങനെ ഈ ക്രിസ്മസ് ചെലവഴിക്കുന്നതിന് വേണ്ടി, ക്ലാസ്സൊക്കെ കഴിഞ്ഞതല്ലേ, അപ്പോൾ ആ സമയത്ത് ക്രിസ്മസ് ചെലവഴിക്കുന്നതിന് വേണ്ടി ഞങ്ങൾ ആരുടെ അടുത്തേക്ക് പോവുകയാണ്? ഫാദറിൻ്റെ അടുത്തേക്ക് പോവുകയാണ് അല്ലേ. ഇൻ അവർ ജംഗിൾ ഹട്ട്, എവിടേക്കാണ് പോകുന്നത്? ഞങ്ങളുടെ ജംഗിൾ ഹട്ട്, കാട്ടിൽ ഒരു കൂടാരം ഉണ്ട്, ടെൻറ്റ് ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ ആ കൂടാരത്തിലേക്കാണ് ഞങ്ങൾ പോകുന്നത്. അപ്പോൾ ഇവരുടെ ഈ ജൂലിയാനയുടെ ഫാദർ കാട്ടിലാണ് അദ്ദേഹത്തിന് ജോലി. വഴിയെ മനസ്സിലാവും എന്താണെന്നുള്ളത് എന്താണെന്നുള്ളത്. അപ്പോൾ ഫോറസ്റ്റിലാണ് ജോലി. അപ്പോൾ ഫോറസ്റ്റിൽ ജോലി ആയപ്പോൾ ഇവർ വെക്കേഷൻ ടൈമിൽ, ക്ലാസ്സൊക്കെ കഴിഞ്ഞതാണ്, വെക്കേഷനൊക്കെ ആയപ്പോൾ ഫാദറിൻ്റെ അടുത്തേക്ക് പോവുകയാണ്. ഡാഡി ആൻഡ് എക്കോളജിസ്റ്റ് ഉണ്ടോ. അച്ഛൻ ആരായിരുന്നു? ഒരു പരിസ്ഥിതി പ്രവർത്തകനായിരുന്നു അല്ലേ. ആൻഡ് മദർ ആൻഡ് ഓർണിത്തോളജിസ്റ്റ്, അമ്മ ഒരു പക്ഷി ഗവേഷകയായിരുന്നു. ഓർണിത്തോളജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പക്ഷി ഗവേഷണം, പക്ഷികളെക്കുറിച്ച് ഗവേഷണം നടത്തുന്നതിനെയാണ് ഓർണിത്തോളജി എന്ന് പറയുന്നത്. ഗവേഷണം നടത്തുന്ന ആളെ നമ്മൾ ഓർണിത്തോളജിസ്റ്റ് എന്നാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ അമ്മ പക്ഷി ഗവേഷകയും അച്ഛൻ എക്കോളജിസ്റ്റുമാണ്. അപ്പോൾ ഇവർ രണ്ടുപേരും എന്തുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നവരാണ്? കാടുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നതാണ്. അതുകൊണ്ട് കാട്ടിലേക്കുള്ള ഒരു യാത്ര ഇവരെ സംബന്ധിച്ചിടത്തോളം എളുപ്പമാണ്. കാരണം രണ്ടുപേരും കാട്ടിലാണ്, അല്ലെ കാടുമായിട്ട് ബന്ധപ്പെട്ടൊരു ജോലിയാണ് അല്ലെ. ഹെൽഡ് ഷിപ്സ് അറ്റ് സാൻ മാർക്കോസ് യൂണിവേഴ്സിറ്റി ഇൻ ലിമ. അമ്മ ഏത് കോളേജിലെ പ്രൊഫസർ കൂടിയാണ് എന്നാലോചിക്കണം. സാൻ മാർക്കോസ് യൂണിവേഴ്സിറ്റി ഇൻ ലിമ, ലിമ എന്ന സ്ഥലത്തിലെ സാൻ മാർക്കോസ് യൂണിവേഴ്സിറ്റി എന്ന യൂണിവേഴ്സിറ്റിയിലെ ഒരു പ്രൊഫസർ കൂടിയായിരുന്നു, ഒരു അധ്യാപിക കൂടിയായിരുന്നു ഇവരുടെ ജൂലിയാനയുടെ അമ്മ എന്നുള്ളത് ഓർക്കുക. ആൻഡ് വി സ്പെൻറ്റ്, അങ്ങനെ ഞങ്ങൾ ചെലവഴിച്ചു, എ ലോട്ട് ഓഫ് ടൈം ഇൻ ദ ജംഗിൾ. കാട്ടിൽ ഞങ്ങളിങ്ങനെ ഒരുപാട് തവണയായി പോണു, എല്ലാ വെക്കേഷനും പോവാറുണ്ട്. അങ്ങനെ ഞങ്ങൾ ഒരുപാട് സമയം കാട്ടിൽ ചെലവഴിച്ചു. വെയർ ദേ ക്യാരീഡ് ഔട്ട് റിസർച്ച്, അവിടെ തന്നെയാണ് അവർ അവരുടെ റിസർച്ച് എന്ന് വെച്ച് കഴിഞ്ഞാൽ
ഗവേഷണം നടപ്പിലാക്കിയത്? ക്യാരി ഔട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്രേസൽ വെർബാണ്. നടപ്പിലാക്കി. റിസർച്ച് ഗവേഷണം നടത്തിയത് അച്ഛനും അമ്മയും. ഗവേഷണം നടത്തിയത് അവിടെ തന്നെയായിരുന്നു. എക്കോളജിസ്റ്റാണ് ഫാദർ, അതുപോലെ തന്നെ അമ്മ ഓർണിത്തോളജിസ്റ്റാണ്. അപ്പോൾ ഇവർ രണ്ട് പേരുടെയും ഗവേഷണം എവിടെ തന്നെയായിരുന്നു? ആ കാട്ടിൽ തന്നെയായിരുന്നു. അപ്പോൾ അതുകൊണ്ട് എളുപ്പമാണ്, ജൂലിയാനയ്ക്ക് ഈസി ആയിട്ട് അവിടേക്ക് പോകാം, ആ കാട്ടിലേക്ക് പോകാമായിരുന്നു. ഇനി അടുത്തത് പറയുന്നതാണ്, ഐ വാസ് സിറ്റിംഗ് ഇൻ ദ തേർഡ് റോ ഓഫ് സീറ്റ്സ് ഫ്രം ദ റിയർ. അപ്പോൾ ഇനി ഇവർ വിമാനത്തിൽ യാത്ര ചെയ്യണം. ഇതിനു മുമ്പ് ഒരുപാട് തവണ യാത്ര ചെയ്തിട്ടുണ്ട്, അതുകൊണ്ടാണ് അവൾ പറഞ്ഞത് വിമാനത്തിൽ യാത്ര ചെയ്യുന്നത് അവൾക്ക് ഒരുപാട് ഇഷ്ടമാണെന്ന് പറഞ്ഞു. അപ്പോൾ ഒരുപാട് തവണ പോയിട്ടുണ്ട്. ഇത്തവണത്തെ യാത്രയ്ക്കൊരു പ്രത്യേകതയുണ്ട്, അതാണ് ഇവിടെ എടുത്ത് പറയാനുള്ള കാരണം. അവൾ എവിടെയാണ് ഇരിക്കുന്നത്? തേർഡ് റോയിലാണ് ഇരിക്കുന്നത്. മൂന്നാമത്തെ എന്താ പറയുക, റോയിൽ ഇരിക്കുകയാണ് അവൾ. സീറ്റ്സ് ഫ്രം ദ റിയർ, എവിടെ നിന്ന്? പിന്നിൽ നിന്ന് മൂന്നാമത്തെ വരിയിലാണ് ഇരിക്കുന്നത്. മൂന്നാമത്തെ വരിയിലാണ് അവൾ എന്ത് ചെയ്യുന്നത്? ഇരിക്കുന്നത് എന്ന് ആലോചിക്കുക. നെക്സ്റ്റ് ടു ദ വിൻഡോ, ജനലിൻ്റെ തൊട്ടടുത്താണ് ഇരിക്കുന്നത്. നമ്മളൊക്കെ ട്രെയിനിലൊക്കെ യാത്ര ചെയ്യുമ്പോൾ ജനലിൻ്റെ അടുത്തിരിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകളാണ്. അവളും ജനലിൻ്റെ അടുത്താണ് ഇരുന്നത്. മദർ സാറ്റ് ബിസൈഡ് മീ, അമ്മ എൻ്റെ അടുത്ത് ഇരുന്നു. സാറ്റ് എന്ന് പറഞ്ഞാൽ ഇരുന്നു എന്നാണ് അർത്ഥം. എന്താണ് സാറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ഇരുന്നു. ഇതവിടെ സാറ്റ് എന്ന് കാണാനുണ്ട്. ബിസൈഡ് എന്ന് പറഞ്ഞാൽ അരികിൽ, മീ എന്ന് പറഞ്ഞാൽ എൻ്റെ. അപ്പം അമ്മ എൻ്റെ അരികിൽ ഇരുന്നു. ആൻഡ് എ മാൻ വി ഡിഡൻറ്റ് നോ ഓൺ ദ ഐസ് ഐൽ. അപ്പം എന്താണ്? ഞങ്ങൾക്ക് അറിയാത്ത ഒരാൾ എവിടെ ഉണ്ടായിരുന്നു? ഞങ്ങളുടെ തൊട്ടടുത്ത് ഇരിക്കുന്നുണ്ടായിരുന്നു എന്ന് പറയുന്നു. എവറിത്തിങ് സീംഡ് ക്വയറ്റ് നോർമൽ. യാത്ര ആരംഭിക്കുന്ന സമയത്ത് എല്ലാം തികച്ചും എന്തായിട്ട് തോന്നുകയാണ്? നോർമലായിട്ട് തോന്നുകയാണ്. എന്താ നോർമലായിട്ട് തോന്നിയെന്ന് പറഞ്ഞാൽ അങ്ങനെ പ്രത്യേകിച്ചൊരു കുഴപ്പമൊന്നുമില്ല, സാധാ പോലെ തന്നെ യാത്ര ഉണ്ടായിരുന്നു. ദ ടേക്ക് ഓഫ്, അങ്ങനെ വിമാനം അവിടെ നിന്ന് പറക്കുകയാണ്. ദ ക്ലൈംബ് ഓവർ ദ നാരോ ഓവർ ദ സ്നോ കവേർഡ് ആൻറ്റസ്, അങ്ങനെ വിമാനം അവിടുന്ന് പറക്കുകയാണ്. എന്താ ടേക്ക് ഓഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പറന്നു അല്ലേ? എന്താ പറക്കുക? എന്തിൻ്റെ മുകളിലൂടെയാണ് പറക്കുന്നത്? ഓവർ ദ സ്നോ കവേർഡ് ആൻഡസ്. ആൻഡസ് എന്ന് പറയുന്നത് ഒരു പർവ്വതമാണ്. നമ്മൾ ഹിമാലയൻ പർവ്വതം എന്നൊക്കെ പറയുന്നത് പോലത്തെ ഒരു പർവ്വതമാണ് ആൻഡസ് എന്ന് പറയുന്നത്. ആൻഡസ് പർവ്വത നിരയുടെ മുകളിലൂടെ മഞ്ഞ് മൂടിയ ആ ആകാശത്തിലൂടെ ഞങ്ങളുടെ വിമാനം പറന്നുപോയി എന്നാണ് പറയുന്നത്. ആൻഡ് ബ്രേക്ക്ഫാസ്റ്റ്, അങ്ങനെ എന്താണ് പറഞ്ഞത്? ഭക്ഷണം അവിടെ ഉണ്ടായിരുന്നു വിമാനത്തിൽ. ദ സ്മൈലിംഗ് സ്റ്റിവാർഡസസ്, അവിടെ ചിരിച്ചുകൊണ്ടിരിക്കുന്ന സ്റ്റിവാർഡസസ് ഉണ്ടായിരുന്നു. സ്റ്റിവാർഡസസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം, ഫ്ലൈറ്റിൽ യാത്ര ചെയ്യുന്ന സമയത്ത് യാത്രക്കാർക്ക് ഭക്ഷണവും വെള്ളം മറ്റുള്ള സൗകര്യങ്ങളൊക്കെ വേണമെന്ന് ചോദിച്ച് നടക്കുന്ന, നമ്മൾ പറയാറുണ്ട് എയർ ഹോസ്റ്റസ് എന്നൊക്കെ പറയാറുണ്ട് അല്ലേ? അതുപോലത്തെ ആളുകൾ അവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു. അവരെപ്പോഴും ചിരിച്ചുകൊണ്ടായിരിക്കും ഉണ്ടായിരിക്കുക. ദെൻ ദ ഗ്രീൻ ജംഗിൾ സ്ട്രെച്ചിങ് ഈസ്റ്റ് ടു ദ ഹൊറൈസൺ. അങ്ങനെ പിന്നീട് ഞങ്ങൾ കാണുന്നത് എന്താണ്? വിമാനത്തിൽ നിന്ന് താഴേക്ക് നോക്കുമ്പോൾ ഞങ്ങൾ കാണുന്ന കാഴ്ച എന്താണ്? ഗ്രീൻ ജംഗിൾ, എന്താണ്? പച്ചപ്പാർന്ന ഒരു കാട്. സ്ട്രെച്ചിങ്, അത് നീണ്ടു നിവർന്ന് കിടക്കുകയാണ്. ഈസ്റ്റ് ടു ദ ഹൊറൈസൺ, കിഴക്കിൽ നിന്നും എന്താ പറയുന്നത്? ചക്രവാളത്തിലേക്ക് പരന്നു കിടക്കുന്ന ഹരിത ഭംഗിയാർന്ന കാടിൻ്റെ മുകളിലൂടെയാണ് ഞങ്ങളുടെ വിമാനം യാത്ര ചെയ്യുന്നത്. പീപ്പിൾ വെയർ റീഡിങ്, ചില ആളുകൾ വിമാനത്തിലിരുന്ന് വായിക്കുന്നു. ഓർ ചാറ്റിംഗ്, ചില ആളുകൾ വിമാനത്തിലിരുന്നു കൊണ്ട് സംസാരിക്കുന്നു. ചാറ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സല്ലപിക്കുക, സംസാരിക്കുക. എവരി വൺ വാസ് ഇൻ എ ഹോളിഡേ മൂഡ്, എല്ലാ യാത്രക്കാരും ഒരു അവധിക്കാല യാത്രയിലെന്ന ഭാവത്തിലായിരുന്നു ഇരുന്നിരുന്നത് എന്ന് പറയുന്നു. ഇൻ ക്ലിയർ വെതർ, കാലാവസ്ഥ നല്ല തെളിഞ്ഞ കാലാവസ്ഥയാണ്. ദ ഫ്ലൈറ്റ് ഫ്രം ലിമ ടു പുക്കാൽപ, വിമാനം യാത്ര ചെയ്യുന്നത് എവിടെ നിന്നാണ്? ലിമ എന്ന സ്ഥലത്തിൽ നിന്നും പുക്കാൽപ എന്ന സ്ഥലത്തിലേക്ക് യാത്ര ചെയ്യുകയാണ്. ലിമയിൽ നിന്നും പുക്കാൽപയിലേക്ക് യാത്ര ചെയ്യുകയാണ്. ഈസ് വൺ ഓഫ് ദ മോസ്റ്റ് ബ്യൂട്ടിഫുൾ ഇൻ ദ വേൾഡ്, ഈ പുക്കാൽപ എന്ന് പറയുന്ന സ്ഥലം ലോകത്തിലെ തന്നെ വളരെ മനോഹരമായ പ്രദേശങ്ങളിൽ ഒന്നാണ് എന്ന് ഇവർ അഭിപ്രായപ്പെടുന്നു. ബട്ട് 30 മിനിറ്റ്സ് ആഫ്റ്റർ ടേക്ക് ഓഫ്, വിമാനം പറന്നതിന് അരമണിക്കൂർ ശേഷം, അതായത് വിമാനം ഇപ്പോൾ പറക്കൽ തുടങ്ങിയിട്ട് അരമണിക്കൂറായി. അരമണിക്കൂറിന് ശേഷം വെൻ വി വെയർ ഓവർ ദ ജംഗിൾ, ഞങ്ങളുടെ വിമാനം ഇപ്പോഴും എന്തിൻ്റെ മുകളിൽ തന്നെയാണ്? കാടിൻ്റെ മുകളിലൂടെ അങ്ങനെ പറന്നു പോകുന്ന സമയം. വിസിബിലിറ്റി ഡിമിനിഷ്ഡ്, പെട്ടെന്ന് കാഴ്ച കുറഞ്ഞു. അവരുടെ കണ്ണിൻ്റെ കാഴ്ച കുറഞ്ഞ കാര്യമല്ല പറയുന്നത്. വിമാനത്തിൽ ഇരുന്നു കൊണ്ട് അരമണിക്കൂറോളം താഴെയുള്ള
പച്ചപ്പുള്ള കാടുകൾ കണ്ടു. എന്നാൽ പിന്നീട് വിസിബിലിറ്റി, ആ കാഴ്ച ഡിമിനിഷ്ഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മങ്ങിപ്പോയി. വിമാനത്തിൻ്റെ കാഴ്ച മങ്ങിപ്പോയി. വിമാനത്തിൽ നിന്ന് നോക്കുമ്പോൾ താഴെ കാണുന്നില്ല എന്നാണ് പറഞ്ഞത് അല്ലേ. ആൻഡ് ദെൻ ആൾ ഓഫ് എ സഡൻ വി ഹിറ്റ് എ സ്റ്റോം ഫ്രണ്ട്. അങ്ങനെ യാത്ര ചെയ്യുന്ന സമയത്തായിരുന്നു പെട്ടെന്ന്, ആൾ ഓഫ് എ സഡൻ എന്നാണ് പറഞ്ഞത്, വളരെ പെട്ടെന്ന് എന്താണ്, വി ഹിറ്റ് എ സ്റ്റോം ഫ്രണ്ട്, ഞങ്ങളുടെ വിമാനം, യാത്ര ചെയ്യുന്ന വിമാനത്തിൻ്റെ ഫ്രണ്ടിൽ ഒരു കാറ്റ് വന്ന് ഇടിക്കുകയാണ് ചെയ്യുന്നത്. കാറ്റ് ശക്തമായിട്ട് വീശി. ആൻഡ് ദിസ് ടൈം എന്താണ്, ഈ സമയത്ത് എന്താണ് പറഞ്ഞത്, എന്താണ്, ഇറ്റ് വാസ് കംപ്ലീറ്റ്ലി ഡിഫറെൻറ്റ് ഫ്രം, എന്താണ്, അവിടെ നിന്ന് പൂർണ്ണമായിട്ടും എന്താണ്, ഇറ്റ് വാസ് കംപ്ലീറ്റ്ലി ഡിഫറെൻറ്റ് ഫ്രം എനിത്തിങ് ഐ ഹാഡ് എക്സ്പീരിയൻസ്ഡ് ബിഫോർ. അതായത് ഇത് ഒരുപാട് തവണ ഞാൻ വിമാനത്തിൽ യാത്ര ചെയ്തിട്ടുണ്ട്, എന്നാൽ മുമ്പൊന്നും അനുഭവപ്പെടാത്ത അത്രയോ എന്തോ ഒന്ന് വ്യത്യസ്തമാർന്ന ഒരു അനുഭവം എനിക്ക് ആ ഫ്ലൈറ്റിൽ വെച്ച് ഉണ്ടായി. ബ്രോഡ് ഡേ ലൈറ്റ് ടേൺഡ് ടു നൈറ്റ് അറൗണ്ട് അസ്. ഞങ്ങൾക്ക് ചുറ്റും വിമാനത്തിൽ യാത്ര ചെയ്യുന്ന സമയത്ത് ഡേ ലൈറ്റ് ആയിരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രകാശം നിറഞ്ഞ ഒരു അന്തരീക്ഷമായിരുന്നു. ആ പ്രകാശം പെട്ടെന്ന് ഇരുട്ടായിട്ട് മാറി. ഞങ്ങൾക്ക് ചുറ്റും ഇരുട്ട്. നമുക്കറിയാം, പ്രകാശമുള്ള ഒരു പകൽ പെട്ടെന്ന് ഇരുട്ട് വരുമ്പോൾ അതെന്തിൻ്റെ സൂചനയാണ്, ഇടിയുടെയും മിന്നലിൻ്റെയും സൂചനയാണ് എന്നുള്ളത് ഓർക്കുക. ലൈറ്റ്നിങ് വാസ് ഫ്ലാഷിങ്. ഇതാ പറഞ്ഞു, എന്താണ് പറഞ്ഞത്, ഇടി മിന്നുകയാണ്. അപ്പോൾ ആ സമയത്ത് എന്ത് ചെയ്തു, പെട്ടെന്ന് ഇടിമിന്നലുണ്ടായി. ഇൻസെസൻ്റ്ലി ഫ്രം ഓൾ ഡയറക്ഷൻ. എന്താണ്, തുടർച്ചയായിട്ട്. എന്താണ് ഇൻസെസൻ്റ്ലി എന്ന് പറഞ്ഞാൽ തുടർച്ചയായിട്ട്, കണ്ടിന്യൂസ് ആയിട്ട് എല്ലാ ദിശയിൽ നിന്നും ഇടിമിന്നൽ വരികയാണ്. അറ്റ് ദ സെയിം ടൈം, എന്നാൽ അതേ സമയത്ത് ആൻ ഇൻവിസിബിൾ പവർ. എന്താണ്, കാണാൻ കഴിയാത്ത, ഇൻവിസിബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാണാൻ കഴിയാത്ത, പവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശക്തി, എന്തോ കാണാൻ കഴിയാത്ത ഒരു ശക്തി, ബിഗാൻ ടു ഷെയ്ക്ക് അവർ എയർപ്ലെയിൻ. എന്താണ്, പെട്ടെന്ന് കാണാൻ പറ്റാത്ത എന്തോ ഒന്ന് ഞങ്ങളുടെ വിമാനത്തിൽ വന്ന് കുലുക്കി എന്നാണ് പറയുന്നത്. ഷെയ്ക്ക് അവർ പ്ലെയിൻ, ഞങ്ങളുടെ വിമാനത്തെ കുലുക്കി എന്ന് പറയുന്നു. ആസ് ഇഫ് ഇറ്റ് വെയർ എ പ്ലേ തിങ്. ഒരു കളിപ്പാട്ടം കുലുങ്ങുന്നത് പോലെ, അല്ലെങ്കിൽ അത്രയും നിസ്സാരമായിട്ട് ഞങ്ങളുടെ വിമാനത്തെ കുലുക്കി കളഞ്ഞ് എന്തോ ഒന്ന്, ശക്തമായ ഒന്ന് അവിടെ ഉണ്ടായി. വിമാനം കുലുങ്ങി, കാറ്റ് വീശി, കാറ്റും ഇടിമിന്നലും ഉണ്ടായപ്പോൾ വിമാനം കുലുങ്ങി എന്നാണ് പറഞ്ഞത്. പീപ്പിൾ ക്രൈഡ് ഔട്ട് ആസ് ഒബ്ജക്ട്സ് ഫെൽ ഓൺ ദെയർ ഹെഡ്സ്. ആ വിമാനം കുലുങ്ങിയ സമയത്ത് ആളുകൾ അവിടെ ഉറക്കെ നിലവിളിക്കുകയാണ്. പീപ്പിൾ ക്രൈഡ് ഔട്ട് എന്നാണ് പറഞ്ഞത്. എന്താണ്, ഉറക്കെ നിലവിളിച്ചു. അതിന് കാരണം എന്താണ്, ആസ് കാരണം. ആ ആസ് എന്നുള്ള അർത്ഥം കാരണം എന്നാണ് ഇവിടെ ഉപയോഗിച്ചിട്ടുള്ളത്. ഒബ്ജക്ട്സ് ഫെൽ ഓൺ ദെയർ ഹെഡ്സ്. വിമാനത്തിൻ്റെ റാക്കിൻ്റെ, അതായത് മുകളിലുണ്ടായിരുന്ന റാക്കൊക്കെ ഉണ്ടാവില്ല, ആ റാക്കിലുണ്ടായിരുന്ന സാധനങ്ങളൊക്കെ ഇവരുടെ താഴെ ഇരിക്കുന്ന യാത്രക്കാരുടെ തലയിലേക്ക് വീഴുകയാണ്. ബാഗ് വീണു. അപ്പോൾ ബാഗുകൾ, പൂക്കൾ, അതുപോലെ തന്നെ പാക്കറ്റുകൾ. നമുക്കറിയാം, ഗൾഫിൽ നിന്നൊക്കെ വരുമ്പോൾ ആളുകൾ ബോക്സൊക്കെ കൊണ്ടുവരാറില്ല. ആ ബോക്സിനെയാണ് ഇവിടെ പാക്കേജസ് എന്ന് പറയുന്നത്. അപ്പോൾ ടോയ്സ്, കളിപ്പാട്ടങ്ങൾ, ജാക്കറ്റ്സ്, നമുക്കറിയാം ഇങ്ങനെയുള്ള ഒരുപാട് വിമാനത്തിലുണ്ടായിരുന്ന എല്ലാ വസ്തുക്കളും, ക്ലോത്തിങ് അല്ലെ, വസ്ത്രങ്ങൾ എല്ലാം റെയിൻഡ് ഡൗൺ. എന്താണ്, മഴ പോലെ താഴേക്ക് വീണു. റെയിൻ എന്ന് പറഞ്ഞാൽ മഴയാണല്ലോ, മഴ എങ്ങോട്ടാണ് വീഴുന്നത്, താഴോട്ട്. അപ്പോൾ ആ ഒരു അർത്ഥത്തിലാണത് ഉപയോഗിക്കുന്നത്. അപ്പോൾ റാക്കിൻ്റെ മുകളിൽ അല്ലെങ്കിൽ വിമാനത്തിൻ്റെ മുകളിലുണ്ടായിരുന്ന ഓരോ വസ്തുക്കളും ഇവരുടെ യാത്ര ചെയ്യുന്ന ആളുകളുടെ തലയിലേക്ക് വീഴാൻ തുടങ്ങി. ആളുകൾ പേടിക്കുകയാണ്. വിമാനം അങ്ങോട്ടും ഇങ്ങോട്ടും കുലുങ്ങുകയാണ്. നമുക്ക് പാതി വഴിക്കിൽ ഇറങ്ങാൻ പറ്റുമോ? അപ്പോൾ ബസ്സൊക്കെ ആണെങ്കിൽ നമുക്ക് എവിടെയെങ്കിലും ആ പാതി വഴിക്കിൽ ഇറങ്ങാൻ പറ്റും. വിമാനം അതിന് സാധിക്കില്ല. ഹാർഡ് ആസ് ഓൺ, കഠിനമായിട്ട് തന്നെ ഞങ്ങളുടെ തലമുകളിലേക്ക് വീണു, തലയിലേക്ക് വീണു. സാൻഡ്വിച്ച് ട്രേസ് ആൻഡ് ബാഗ്സ് സോർഡ് ത്രൂ ദ എയർ. എന്താണ്, സാൻഡ്വിച്ചിൻ്റെ ട്രേ എന്ന് പറഞ്ഞാൽ പാത്രം. നമുക്കറിയാം, ചായയൊക്കെ കൊണ്ടു കൊടുക്കുന്ന പാത്രങ്ങൾ കണ്ടിട്ടില്ലേ. സാൻഡ്വിച്ച് കൊണ്ടുപോകുന്ന ട്രേയും അതുപോലെ തന്നെ ബാഗ്സ്, ഞങ്ങളുടെ ബാഗും സോർഡ്, അതൊക്കെ എന്ത് ചെയ്യുകയാണ്, പറന്ന് നടക്കുകയാണ്. മുകളിൽ വെച്ച് സാധനം ഇങ്ങനെ വായുവിലൂടെ പറന്ന് നടക്കുകയാണ്. അതാണ് സോർഡ് എന്ന് പറഞ്ഞത്. എന്താണ്, വായുവിലൂടെ ഇങ്ങനെ വീഴുക. അതാണ് അവിടെ സോർഡ് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിച്ചത്. വായുവിലൂടെ ഇങ്ങനെ വീഴുകയാണ്. നിലത്ത് വെച്ചത്, ഇത് നിലത്തൊന്നുമല്ല, ഒക്കെ റാക്കിൻ്റെ മേലുള്ള താഴേക്ക് വീഴുമ്പോൾ പറന്നു പോകുന്നത് പോലെ അവർക്ക് തോന്നുകയാണ്.
പീപ്പിൾ വെയർ ഫ്രൈറ്റഡ്, യാത്രക്കാരെല്ലാവരും തന്നെ പേടിച്ചു. ദേ സ്ക്രീംഡ്, അവരെല്ലാവരും അലറി, യാത്രക്കാരെല്ലാവരും അലറി. ആൻഡ് സ്റ്റാർട്ടഡ് ടു ക്രൈ, യാത്രക്കാർ കരയാൻ തുടങ്ങി. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, നിങ്ങൾ യാത്ര ചെയ്യുന്ന വിമാനം ഇതുപോലെ കുലുങ്ങിയിട്ടുണ്ടെങ്കിൽ നമ്മളും കരയും. ഔട്ട്സൈഡ്, അവർ പുറത്തേക്ക് നോക്കി. ഐ സോ, അപ്പോഴാണ് ജൂലിയാനെ കാണുന്നത്. എ സോർട്ട് ഓഫ് ബ്രൈറ്റ് യെല്ലോ ഫ്ലെയിം, എന്താണ് ഒരു തരത്തിൽ, എന്താ എ സോർട്ട് എന്ന് പറഞ്ഞാൽ ഒരു തരത്തിൽ, എന്താണ് ബ്രൈറ്റ്, നല്ല തിളക്കമാർന്ന യെല്ലോ ഫ്ലെയിം, എന്താണ് മഞ്ഞ നിറത്തിലുള്ള തീനാളം. ഷൂട്ടിംഗ് ഫ്രം ദ റൈറ്റ് വിങ്, വിമാനത്തിൻ്റെ വലത്തെ ചിറകിൽ നിന്നും. റൈറ്റ് വിങ് എന്നാണ് പറഞ്ഞത്. എന്താണ് വിമാനത്തിൻ്റെ വലത്തെ ചിറകിൽ നിന്നും ഒരു തീ എന്ത് ചെയ്യുകയാണ്, ഫ്ലെയിം എന്നാണ് പറഞ്ഞത്. യെല്ലോ ഫ്ലെയിം എന്ന് പറഞ്ഞാൽ തീയാണ്, മഞ്ഞ തീനാളം. അതായത് ഇവിടെ ഉദ്ദേശം എന്താണ്, വിമാനം കത്തി. വിമാനത്തിൻ്റെ എവിടെയാണ് കത്തിയത്, എവിടെയാണ് കത്തിയത്, വലത് ചിറകിൻ്റെ അവിടെ. ഐ വാസ് ബ്ലൈൻഡഡ്, അപ്പോൾ പെട്ടെന്ന് എൻ്റെ കണ്ണെന്താ ഇരുട്ടായി. അതായത് നമ്മുടെ കണ്ണിലേക്ക് വെളിച്ചം വന്നു കഴിഞ്ഞാൽ നമ്മൾ കണ്ണടയ്ക്കുമല്ലോ, അപ്പോൾ ആ സമയത്ത് നമുക്കൊക്കെ ബ്ലൈൻഡായിട്ടാണ് കാണുക. അല്ലെങ്കിൽ നമ്മളുടെ കണ്ണിലേക്ക് ടോർച്ച് അടിച്ചു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പിന്നെ ചുറ്റുള്ളത് കാണുമോ, ഇല്ല. അപ്പോൾ അതുപോലെ ഈ ഇടിമിന്നലിൻ്റെ വെളിച്ചം വന്നപ്പോൾ അവൾക്ക് കണ്ണ് ശരിക്കും കാണാൻ കഴിഞ്ഞില്ല. അതാണ് ബ്ലൈൻഡഡ് എന്ന് പറഞ്ഞത്. ബൈ ദാറ്റ് ബ്ലേസിങ് ലൈറ്റ്, എന്താ ബ്ലേസിങ് എന്ന് പറഞ്ഞാൽ തിളങ്ങുന്ന, എന്താ ബ്ലേസിങ് ലൈറ്റ് എന്ന് പറഞ്ഞാൽ തിളങ്ങുന്ന പ്രകാശം, അതായത് ഇടിമിന്നലിൻ്റെ പ്രകാശം. വൈൽ അറ്റ് ദ സെയിം ടൈം, അതേ സമയത്ത്, അതായത് ആ തീ അവൾ ആ ഫ്ലൈറ്റിൽ കണ്ട അതേ സമയത്ത് തന്നെ എന്താണ് പറഞ്ഞത്, ഐ ഹേർഡ്, ഞാൻ കേട്ടു. എന്താണ് കേട്ടത്, മൈ മദർ വാസ് സേയിങ് ക്വയറ്റ് കാംലി. അപ്പോൾ എൻ്റെ അമ്മ വളരെ ശാന്തമായിട്ട് എന്നോട് പറഞ്ഞു. എന്താണ് പറഞ്ഞത്, നൗ ഇറ്റ് ഈസ് ആൾ ഓവർ. എന്താണ് അമ്മ പറഞ്ഞത്, മോളെ എല്ലാം തീരാൻ പോവുകയാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമ്മ ഉറപ്പിച്ചു. വിമാനം കത്തിപ്പിടിച്ചു, അല്ലെ, ഇടിമിന്നലുണ്ടായി, യാത്രയുടെ ഇടയിൽ കത്തിപ്പിടിച്ചു. അപ്പോൾ അമ്മ മകളോട് പറയുകയാണ്, മകളെ എല്ലാം തീരുമാനമായി, നമ്മളെല്ലാവരും നശിക്കാൻ പോവുകയാണ്. ആൻഡ് ഇൻസ്റ്റൻറ്റ് ലേറ്റർ, അമ്മ അത് പറഞ്ഞ ഉടനെ തന്നെ, അല്ലെങ്കിൽ അതിന് ശേഷം തന്നെ, പറഞ്ഞു കഴിഞ്ഞതിന് തൊട്ടടുത്ത നിമിഷം തന്നെ. ഇൻസ്റ്റൻ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഉടനെ. ലേറ്റർ എന്ന് പറഞ്ഞാൽ പിന്നീട്. അമ്മ അത് പറഞ്ഞ ഉടനെ തന്നെ ദർ വാസ് എ വയലൻ്റ് ഷെയ്ക്കിംഗ്, അവിടെ എന്താണ് ഉണ്ടായത്, ശക്തമായ ഒരു കുലുക്കം ഉണ്ടായി. ഷെയ്ക്കിംഗ്, വയലൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശക്തമായത്, ഷെയ്ക്കിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുലുക്കം. വിമാനത്തിൽ ശക്തമായ ഒരു കുലുക്കം ഉണ്ടായി. ഐ ഫൗണ്ട് മൈസെൽഫ് ഔട്ട്സൈഡ് ദ പ്ലെയിൻ, അപ്പോഴാണ് ഞാൻ തിരിച്ചറിഞ്ഞത്, വിമാനം പൊട്ടിത്തകർന്ന് ഞാൻ എവിടേക്കെത്തി, വിമാനത്തിൻ്റെ പുറത്തേക്കെത്തി, ഔട്ട്സൈഡിലേക്ക് എത്തി എന്നാണ് പറയുന്നത്. ഫ്ലൈയിങ് എപ്പാർട്ട് ഫ്രം ഇറ്റ്, വിമാനത്തിൽ നിന്ന് ഞാൻ അകന്ന് മാറിപ്പോരുകയാണ്. വിമാനം ചിന്നിച്ചിതറി, അപ്പോൾ ഇവള് താഴേക്ക് വീഴുകയാണ്. സ്റ്റിൽ സ്ട്രാപ്പ്ഡ് ഇൻ ടു മൈ സീറ്റ്, ഇവളിരിക്കുന്ന കസേര, ആ കസേരയും അത് കസേര സീറ്റിനോട് കെട്ടിയിട്ടുണ്ടാവില്ല. അപ്പോൾ നമ്മൾ കാറിലൊക്കെ യാത്ര ചെയ്യുമ്പോൾ സീറ്റ് ബെൽറ്റ് ഇടില്ലേ, അതേപോലെ ഈ വിമാനത്തിൽ ഇവളിരിക്കുന്ന ഈ കസേര ഇങ്ങനെ താഴോട്ട് വീഴുകയാണ്. അപ്പോൾ ഇവൾ ആ കസേരയിലുണ്ട്. അപ്പോൾ ആ കസേരയിൽ ഇവളെ സ്ട്രാപ്പ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ കസേരയിൽ അവൾ സ്ട്രാപ്പ് ഇട്ടിട്ടുണ്ട് അവളുടെ തോളിൽ കൂടെ, അപ്പോൾ അരയിൽ കൂടെയൊക്കെ. അപ്പോൾ ആ കസേരയും അവൾ ഒരുമിച്ചാണ് വീഴുന്നത്. ആ കസേരയിൽ അവൾ ഇരിക്കുന്നുണ്ട്. അപ്പോൾ അതും കൂടി ജസ്റ്റ് എന്ത് ചെയ്യുക, ഒന്ന് മനസ്സിലാക്കുക. ബട്ട് ഐ വാസ് എലോൺ, അവൾ ആകാശത്തു നിന്നും താഴത്തേക്ക് ഇങ്ങനെ വീഴുന്ന സമയത്ത് അവളിങ്ങനെ നോക്കുന്നുണ്ട്, കൂടെ വല്ലവരും വരുന്നുണ്ടോ എന്നുള്ളത്. എവിടെ വരുന്നു, ഐ വാസ് എലോൺ, ഞാൻ ഒറ്റയ്ക്കായിരുന്നു. എലോൺ, ഒറ്റയ്ക്ക്. ആൻഡ് ഐ വാസ് ഫോളിങ്, ഞാൻ ഒറ്റയ്ക്ക് തകർന്ന വിമാനത്തിൽ നിന്ന് വീഴുകയാണ്. ഐ ക്യാൻ റിമെമ്പർ, എനിക്ക് ഓർക്കാൻ കഴിയുന്നു. ടേണിങ് ഓവർ ആൻഡ് ഓവർ ഇൻ ദ എയർ, നമുക്കറിയാം മുകളിൽ നിന്നൊരു താഴത്തേക്ക് ഒരു വസ്തു ഇടുന്ന സമയത്ത് അത് കറങ്ങിയിട്ടാണ് വീഴുക, അല്ലേ. ഒരു വസ്തു, ഒരു പേന മുകളിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം അത് കറങ്ങി വീഴും. അതുപോലെ ഇവളും ഇവളുടെ കസേരയും എന്ത് ചെയ്യുന്നു, കറങ്ങി. അതാണ് അവിടെ 2 പ്രാവശ്യം പറഞ്ഞത്, ടേണിങ് ഓവർ ആൻഡ് ഓവർ ഇൻ ദ എയർ, വായുവിലിങ്ങനെ കറങ്ങി വരികയാണ്. ഐ റിമെമ്പർ, അപ്പോഴാണ് ഞാൻ ഓർമ്മിച്ചത്. തിങ്കിങ് ദാറ്റ് ദ ജംഗിൾ ട്രീസ് ബിലോ ലുക്ക്ഡ് ലൈക്ക് കോളിഫ്ലവേഴ്സ്, അപ്പോൾ അവൾ തിരിച്ചറിയാണ്. അതായത് അവൾ ചുറ്റുമുള്ള താഴത്തേക്ക് വീഴുന്ന സമയത്ത് അവൾ മരങ്ങൾ കാണുന്നുണ്ട്. ആ മരങ്ങൾ കാണുമ്പോൾ അവൾക്ക് എന്തുപോലെയാണ് തോന്നിയത്, ലൈക്ക് കോളിഫ്ലവർ, അല്ലേ. കോളിഫ്ലവർ എന്ന് പറയുന്ന വെജിറ്റബിൾ, അല്ലേ, പച്ചക്കറി പോലെ അവൾക്ക് തോന്നി. ദെൻ ഐ ലോസ്റ്റ്
കോൺഷ്യസ്നെസ്. തല കറങ്ങി അവൾക്ക് അവളുടെ സ്വബോധം പോയി എന്ന് പറയുന്നു. ഐ ലോസ്റ്റ് കോൺഷ്യസ്നെസ്. എന്താ കോൺഷ്യസ്നെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വബോധം, ലോസ്റ്റ് നഷ്ടപ്പെട്ടു. ഇറ്റ് വാസ് സ്റ്റിൽ ലൈറ്റ്, ഇപ്പോഴും പ്രകാശമുണ്ട്. ദെൻ ദ റെയിൻ വോക്ക് അപ്പ് മീ. അങ്ങനെ നമ്മളുടെ ജൂലിയാന് താഴോട്ട് വീണു. ഒരു കാട്ടിലാണ് അവൾ. എവിടെയാണ് വീണത്? ഒരു കാട്ടിൽ. നമ്മൾ പറഞ്ഞു കാടിൻ്റെ മുകളിലൂടെയാണല്ലോ വിമാനം പോയത്. അപ്പോൾ വിമാനം തകർന്ന് അവൾ മാത്രം എന്താ പറയുക, കസേരയിലിരുന്ന് അവൾ താഴത്തോട്ട് വന്നു. ഭാഗ്യം കൊണ്ട് അവൾക്കൊന്നും പറ്റിയില്ല. കാരണം കസേരയുണ്ട്, ആ കസേരയിൽ അവൾ സ്ട്രാപ്പ് ഇട്ടിട്ടുണ്ട് അല്ലേ. സ്ട്രാപ്പ് എന്ന് പറഞ്ഞാൽ നമ്മളൊക്കെ അറിയാം, കയറ്, മറ്റേ സീറ്റ് ബെൽറ്റൊക്കെ ഉപയോഗിക്കുമ്പോൾ ഒരു കെട്ടുണ്ടാവില്ലേ, കയറ് പോലൊരു കെട്ട്. അപ്പോൾ അതുപോലെ ഇറ്റ് വാസ് ലൈറ്റ് വൻ ദ റെയിൻ വോക്ക് അപ്പ് മീ അല്ലേ. അങ്ങനെ തൊട്ടടുത്ത് അന്ന് രാത്രി അവൾ വീണ് കഴിഞ്ഞ് പിറ്റേ ദിവസം രാവിലെ അവൾ എണീറ്റു. എന്താണ് എണീക്കാൻ കാരണം? എന്തായിരുന്നു? മഴയായിരുന്നു. എന്തായിരുന്നു? അവൾ കാട്ടിൽ ഒരു കസേരയിൽ ഇപ്പം തന്നെ ഇരുന്നിട്ടാണ് ഇപ്പോൾ അവൾ ഉള്ളത്. അവൾ ബോധം കെട്ട് കിടക്കുക. പെട്ടെന്ന് മഴ പെയ്തപ്പോൾ ആ മഴവെള്ളം തട്ടിയപ്പോൾ അവൾ എണീറ്റു. ഐ വാസ് ലൈയിങ് അണ്ടർ എ സെക്ഷൻ ഓഫ് 3 സീറ്റ്സ് അണ്ടർ ദ അപ്സൈഡ് ഡൗൺ. അപ്പോഴാണ് അവൾ തിരിച്ചറിഞ്ഞത്, വിമാനത്തിൻ്റെ സീറ്റ് മാത്രം എവിടെ എത്തിയിട്ടുണ്ട്? കാട്ടിലെത്തിയിട്ടുണ്ട്. ആ കാട്ടിൽ വിമാനത്തിൻ്റെ സീറ്റിൻ്റെ അടിയിൽ അവൾ ഭദ്രമായിട്ട് ഇരിക്കുന്നുണ്ട്. ആൻഡ് സീറ്റ്സ് ടേൺഡ് അപ്സൈഡ് ഡൗൺ. കസേര തല തിരിഞ്ഞിട്ടാണ് കിടക്കുന്നത്. അതായത് അവളുടെ ശരീരഭാഗം മുകളിൽ വരുന്ന രീതിയിൽ. കസേരയുടെ ചാരി നിൽക്കുന്ന ഭാഗം മണ്ണിൻ്റെ അടിയിൽ, അല്ലെങ്കിൽ മണ്ണിനോട് ചേർന്നിട്ട് അവളുടെ ശരീരം, കാലൊക്കെ കസേരയുടെ മുകളിലേക്ക് വരുന്ന രീതി. അതായത് അവളുടെ ശരീരം മുകളിലായിട്ടാണ് വരുന്നത്. അതായത് അവളുടെ ശരീരം മണ്ണിലേക്ക് തട്ടിയിട്ടില്ല, അപകടമൊന്നും പറ്റിയിട്ടില്ല എന്ന് സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് അത് പറയുന്നത്. ജസ്റ്റ് മനസ്സിലാക്കുക. അങ്ങനെ ദർ വാസ് നോ സൈൻ ഓഫ് മൈ മദർ. പിന്നീട് ജൂലിയാനെ പറയുകയാണ്, തൻ്റെ അമ്മയുടെ ഒരടയാളം പോലും അവിടെ ഇല്ല. അതായത് തൻ്റെ അമ്മയെ കാണാനില്ല, മിസ്സിംഗ് ആണ്. ഓഫ് എനി അതർ പാസഞ്ചേഴ്സ്. അമ്മയെ മാത്രമല്ലല്ലോ, മറ്റുള്ള ആളുകളെയും എന്ത് ചെയ്യുന്നില്ല, ഇവിടെ കാണുന്നില്ല. ഓർ ദ പ്ലെയിൻ. എന്തുവരെ പറയുന്നു? വിമാനം വരെ ഇവിടെ കാണാനില്ല. ആൾ ഐ കുഡ് ഹിയർ ദ ഫ്രോക്സ് ക്രോക്കിംഗ്. ആകെ എനിക്കിവിടെ കേൾക്കാൻ കഴിയുന്നത് എന്താണ്? തവളയുടെ കരച്ചിലാണ്. തവളയുടെ കരച്ചിലിനെ ക്രോക്കിംഗ് എന്നാണ് പറയുന്നത്. എന്താണ് തവളയുടെ കരച്ചിലിനെ പറയുന്നത്? ക്രോക്കിംഗ്. ആൻഡ് ദ റെയിൻ. പിന്നെ മഴയുടെ ശബ്ദവും കേൾക്കാനുണ്ട്. ഐ ഹാഡ് എ ബംപ് ഓൺ മൈ ഹെഡ്. എൻ്റെ തലയിൽ എന്തുണ്ട്? ഒരു മുഴയുണ്ട്. എന്താണ് ബംപ് എന്ന് പറഞ്ഞാൽ? ഒരു മുഴയുണ്ട്. ആൻഡ് എ ഗ്യാഷ് ഇൻ മൈ ഫൂട്ട് അല്ലേ. എന്താണ്? എൻ്റെ കാലിൽ ഒരു മുറിയും ഉണ്ട് എന്നാണ് പറയുന്നത്. ഐ ഫെൽറ്റ് നോ പെയിൻ. പക്ഷേ എനിക്ക് എന്തില്ല? വേദനയില്ല. ബട്ട് ഐ കുഡിൻറ്റ് മസ്റ്റർ ദ എനർജി. എനിക്ക് എൻ്റെ ധൈര്യം എനിക്ക് എന്ത് ചെയ്യാൻ കഴിഞ്ഞില്ല? വീണ്ടെടുക്കാൻ കഴിഞ്ഞില്ല. മസ്റ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീണ്ടെടുക്കുക, ശേഖരിക്കുക, കളക്ട് ചെയ്യുക എന്നുള്ള അർത്ഥത്തിൽ. ധൈര്യം എനിക്ക്, എൻ്റെ ഊർജ്ജം വീണ്ടെടുക്കാൻ എനിക്ക് കഴിഞ്ഞില്ല. ടു മൂവ്. എനിക്ക് അനങ്ങാനോ അല്ലെങ്കിൽ ലുക്ക് എറൗണ്ട്, ചുറ്റും നോക്കാനോ എനിക്ക് കഴിഞ്ഞിരുന്നില്ല. അങ്ങനെ ഐ സ്പെൻഡ്. ഞാൻ ചെലവഴിച്ചു ദ ഹോൾ നൈറ്റ്. ആ ഒരു രാത്രി ലൈങ് അണ്ടർ ദ സീറ്റ് ഹാഫ് സ്ലീപ്പ്. പകുതി സീറ്റിനോട് കെട്ടി. അവളുടെ ഷോൾഡറും ഇതൊക്കെ അരയുടെ ഭാഗമൊക്കെ സീറ്റിനോട് ചേർന്ന് കെട്ടിയിട്ടുണ്ട് വിമാനത്തിൽ യാത്ര ചെയ്യുമ്പോൾ. ആ വീഴ്ച അവൾ അന്നങ്ങോട്ട് വീണിട്ട് അന്ന് രാത്രി മൊത്തം അവൾ ആ കസേരയിൽ എന്ത് ചെയ്തു? ഇരുന്നു അല്ലേ, കടന്നു എന്നാണ് പറയുന്നത്. ഇൻ ഷോക്ക്. അതും പേടിച്ചിട്ട്. കാരണം ആരുമില്ലല്ലോ, കാട്ടിലല്ലേ. അങ്ങനെ വിമാനം തകർന്ന തൊട്ടടുത്ത ദിവസം, ദ നെക്സ്റ്റ് മോർണിംഗ് ഐ ക്രോൾഡ്. ഞാൻ ഇഴഞ്ഞു. എന്താ ക്രോൾഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇഴഞ്ഞു. ഔട്ട് സ്ലോവ്ലി. സാവധാനത്തിൽ ഇഴഞ്ഞു. ബിക്കോസ് എവറിത്തിങ് സ്വാം ഡിസ്ലി ഫോർ മീ. കാരണം എൻ്റെ മുന്നിൽ എന്താണ്? എല്ലാം എങ്ങനെയാണ്? തല ചുറ്റുന്നത് പോലെ. ഡിസി. എന്താ ഡിസിനെസ് എന്ന് പറഞ്ഞാൽ തലകറക്കം. നമ്മൾ പറയാറുണ്ട് തലചുറ്റൽ, തലകറക്കം എന്നൊക്കെ പറയാറുണ്ട്. അവൾ പറയുകയാണ്, എല്ലാം ഒരു തലചുറ്റൽ പോലെ എനിക്ക് തോന്നുകയാണ്. ഐ സോ എ സ്മാൾ പാക്കേജ്. അപ്പോഴാണ് അവൾ ആ കാട്ടിൽ ഒരു ചെറിയൊരു പാക്കറ്റ് കാണുകയാണ്. വിമാനത്തിൽ നിന്ന് വീണത് തന്നെയാണ്. ആൻഡ് ഓപ്പൺഡ് ഇറ്റ്. ആ പേപ്പർ അല്ലെങ്കിൽ ആ പാക്കറ്റ് അവൾ തുറന്നു. ഇറ്റ് കണ്ടെയ്ൻഡ് ഹോം സ്വീറ്റ്സ്. അതിൽ എന്തായിരുന്നു ഉണ്ടായിരുന്നത്? സം സ്വീറ്റ്സ് എന്നാണ് പറഞ്ഞത്. ഹോം അല്ല, സം ആണ്. ഇറ്റ് കണ്ടെയ്ൻഡ്. എന്താ കണ്ടെയ്ൻ എന്ന് പറഞ്ഞാൽ അടങ്ങിയിരിക്കുന്നു. അതായത് ആ പാക്കറ്റിൽ അടങ്ങിയിരിക്കുന്ന എന്താണ്? സം സ്വീറ്റ്സ്. കുറച്ച് മിഠായികൾ ഉണ്ടായിരുന്നു. ആൻഡ് എ ക്രിസ്മസ് കേക്ക്. ക്രിസ്മസ് കേക്കും ഉണ്ടായിരുന്നു.
ഐ ടേസ്റ്റഡ് ദ കേക്ക്, ഞാൻ ആ കേക്കിൻ്റെ രുചിയൊന്ന് രുചിച്ചു നോക്കി. ആൻഡ് ഡ്രോപ്പ്ഡ് ഇറ്റ്, രുചിച്ച ആ സമയം തന്നെ ഞാൻ ആ കേക്ക് താഴേക്ക് ഇട്ടു. ഇറ്റ് വാസ് സോക്കിംഗ്, ആ കേക്ക് നനഞ്ഞിട്ടുണ്ടായിരുന്നു. ആൻഡ് വെറ്റ്, അല്ലേ, സോക്കിംഗ് വെറ്റ്, നല്ല നനഞ്ഞിട്ടുണ്ടായിരുന്നു. ആൻഡ് റിവോൾട്ടിങ്, എന്താ റിവോൾട്ടിങ് എന്ന് പറഞ്ഞാൽ കേട് വന്നു. ആ കേക്ക് കേട് വന്നിട്ടുണ്ടായിരുന്നു. നമുക്കറിയാം ഭക്ഷണ സാധനങ്ങളൊക്കെ 2-3 ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ കുറച്ച് ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഇത്ര മണിക്കൂറായി കഴിഞ്ഞ് കഴിഞ്ഞാൽ തന്നെ അതെന്ത് ചെയ്യാൻ തുടങ്ങുന്നു, കേട് വരാൻ തുടങ്ങുന്നു. അപ്പോൾ അതിൽ നിന്നൊരു ദുർഗന്ധമൊക്കെ ഉണ്ടായിരിക്കും. അപ്പോൾ അതന്നെയാണ് റിവോൾട്ടിങ് എന്ന് പറഞ്ഞാൽ. അവൾ ആ കേക്ക് കണ്ടപ്പോൾ വിശന്നിട്ടാണ് അവൾ ആ കേക്ക് എടുത്തു, കേക്കിന് രുചിച്ചു നോക്കി, നനഞ്ഞതുകൊണ്ടും കേട് വന്നതുകൊണ്ട് ആ കേക്ക് അവൾ ഡ്രോപ്പ്ഡ്, താഴേക്ക് ഇട്ടു എന്ന് പറയുന്നു. ദെൻ ഐ പിക്ക്ഡ് അപ്പ്, അങ്ങനെ ഞാൻ എന്ത് ചെയ്തു, പെറുക്കിയെടുത്തു. എ ലോങ് സ്റ്റിക്ക് വിത്ത്, അല്ലെ, ഒരു നീണ്ട വടി എന്ത് ചെയ്തു, ഞാൻ പെറുക്കിയെടുത്തു. വിച്ച്, അതെന്തിനായിരുന്നു, ടു പ്രോബ്, അന്വേഷിക്കാൻ വേണ്ടിയിട്ടായിരുന്നു, അല്ലെങ്കിൽ കണ്ടെത്താൻ വേണ്ടിയിട്ടായിരുന്നു. ടു ദ ഗ്രൗണ്ട്, എവിടെ കുത്താൻ വേണ്ടിയിട്ടായിരുന്നു, നിലത്ത് ഇങ്ങനെ കുത്താൻ വേണ്ടിയിട്ട്. ടു അവോയ്ഡ് സ്നേക്സ്, പാമ്പുകളെ അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ എന്താണ്, പാമ്പുകൾ, നമ്മൾ നടക്കുന്ന യാത്രയിൽ പാമ്പുകൾ വരാതിരിക്കാൻ എന്ത് ചെയ്യുക, നമ്മൾ കോലെടുത്തിട്ട്, നമ്മൾ നടക്കുന്ന സമയത്ത് കോലെടുത്തിട്ട് ഈ നിലത്ത് ഇങ്ങനെ കുത്തുക, നമ്മൾ നടക്കുന്തോറും ഇങ്ങനെ കുത്തുക. അപ്പോൾ എന്താണ്, നമ്മൾ ഈ കുത്തുന്ന സൗണ്ട് തരംഗ രൂപത്തിൽ ആർക്ക് കിട്ടും, പാമ്പിന് കിട്ടും. അപ്പോൾ പാമ്പ് എന്ത് ചെയ്യും, ആ ശബ്ദം കേൾക്കുന്ന സമയത്ത് അവിടെ നിന്ന്, അല്ലെങ്കിൽ ശബ്ദം അനുഭവപ്പെടുന്ന സമയത്ത് ആ വഴിയിൽ നിന്നും മാറി നിൽക്കും. അത് അവളുടെ അച്ഛൻ അവൾക്ക് പറഞ്ഞു കൊടുത്ത ട്രിക്കാണ്. കാരണം അവളുടെ അച്ഛന് കാട്ടിലല്ലേ ജോലി. അപ്പം അദ്ദേഹത്തിന് കാട്ടിൽ എങ്ങനെയാണ് ഒരു മനുഷ്യൻ ചിലവഴിക്കേണ്ടത് എന്നുള്ളത് മകൾക്ക് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അപ്പം മകൾ ഇപ്പോൾ ആ ബുദ്ധിയാണ്, അച്ഛൻ പറഞ്ഞു കൊടുത്ത ആ ബുദ്ധിയാണ് ഇപ്പോൾ അവിടെ പ്രയോഗിക്കുന്നത്. പോയിസണസ് സ്പൈഡേഴ്സ്, ആ കാട്ടിൽ എന്തുണ്ടായിരിക്കും, നല്ല വിഷം നിറഞ്ഞ 8 കാലികൾ, ഉറുമ്പുകൾ ഒക്കെ ആ കാട്ടിൽ ഉണ്ടായിരുന്നു. മൈ പാരൻസ് ഹാഡ് ടോട്ട് മീ, അവൾ പറയുന്നു, ജൂലിയാനെ പറയുന്നു, തൻ്റെ അമ്മ ഹാഡ് ടോട്ട് മീ, തനിക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അബൌട്ട് ദ പെറിൽസ്, എന്താണ് പെറിൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഡേഞ്ചേഴ്സ്, അപകടം. കാട്ടിലുള്ള അപകടങ്ങളെക്കുറിച്ച് എൻ്റെ അമ്മ എനിക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. ഇൻ ദ ഇയേഴ്സ് വി ഹാഡ് ലിവ്ഡ് ഇൻ ഇറ്റ്, ഞങ്ങൾ ഈ കാട്ടിൽ താമസിച്ചിരുന്ന സമയത്ത്, ആ വർഷക്കാലത്ത്, അല്ലെങ്കിൽ ആ വർഷത്തിൽ, ഞങ്ങൾ കാട്ടിൽ ജീവിച്ച ആ വർഷങ്ങളിൽ എൻ്റെ അമ്മ എൻ്റെ അച്ഛനും അമ്മയും, പാരൻസ് എന്നാണല്ലോ പറഞ്ഞത്, അച്ഛനും അമ്മയും കാട്ടിൽ എങ്ങനെ ജീവിക്കണം എന്നുള്ളതിനെക്കുറിച്ച് പറഞ്ഞു തന്നിട്ടുണ്ട്. ദാറ്റ് ഈസ് നോട്ട് ദ ബിഗ് ആനിമൽസ് ദാറ്റ് ആർ മോസ്റ്റ് ഡേഞ്ചറസ്, കാട്ടിൽ എന്താണ് പറയുന്നത്, വലിയ മൃഗങ്ങളല്ല അപകടകാരികളായിട്ടുള്ളത്. ബട്ട് ദ സ്നേക്സ് ആൻഡ് ഇൻസെക്ട്സ്, ഇവിടെ അപകടകരമായ കാട്ടിലെ വലിയ ആനയെപ്പോലെയോ അല്ലെങ്കിൽ അതുപോലത്തെ വലിയ വലിയ മൃഗങ്ങളെയല്ല നമ്മൾ കാര്യമായിട്ട് പേടിക്കേണ്ടത്. എന്നാൽ ചെറിയ ജീവികളായ പാമ്പിനെയും പ്രാണികളെയുമാണ് നമ്മൾ പേടിക്കേണ്ടത് കാട്ടിലെ. കാരണം നല്ല കാട്ടിലെ പാമ്പാണെങ്കിലും കാട്ടിലെ ഇൻസെക്ട്സ്, പ്രാണികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വണ്ട് വരാം, അങ്ങനെയുള്ള ജീവികളൊക്കെ വരാം പ്രാണികളായിട്ട്. ഇവയാണ് ഏറ്റവും കൂടുതൽ കാട്ടിൽ പേടിക്കേണ്ടത്. കാരണം ഉഗ്രവിഷമായിരിക്കും ഇവയ്ക്ക് ഉണ്ടായിരിക്കുക എന്ന് പറയുന്നു. അടുത്തത് ഫീലിംഗ് എഹെഡ്, എന്താണ് പറഞ്ഞത്, അപ്പോൾ പിന്നെ അവൾ പറയുന്നത് എന്താണ്, ഫീലിംഗ് എഹെഡ് വിത്ത് ദ സ്റ്റിക്ക്. അങ്ങനെ അവൾ എന്ത് ചെയ്യുക, ആ വടിയുമായിട്ട് അവൾ മുന്നോട്ട് കുതിക്കുകയാണ്. ഐ സ്റ്റാർട്ടഡ് ലുക്കിംഗ് ഫോർ മൈ മദർ, ഞാൻ ആരെ അന്വേഷിക്കാൻ തുടങ്ങി, കാട്ടിലൂടെ വടിയും പിടിച്ച് അവൾ കുത്തി നടക്കുകയാണ്. അവളുടെ അമ്മയെ അന്വേഷിച്ച് നടക്കുകയാണ്. ഐ വാസ് സോ ഡിസി, എനിക്ക് തല ചുറ്റുന്നുണ്ടായിരുന്നു. ദാറ്റ് ആഫ്റ്റർ ഈച്ച് സ്റ്റെപ്സ് ഐ ഹാഡ് ടു റെസ്റ്റ്, അതുകൊണ്ട് ഓരോ സ്റ്റെപ്പ് വെക്കുമ്പോഴും അവൾക്ക് റെസ്റ്റ് എടുക്കേണ്ടി വന്നു. കാരണം ഭക്ഷണമെല്ലാം വീണുപോയി, ഒന്നുമില്ല അവൾക്ക്, അല്ല വെള്ളമില്ല, ഒരു സൗകര്യം അവൾക്കില്ല. അതുകൊണ്ട് നടക്കുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് അവൾക്ക് വിശ്രമിക്കേണ്ടി വന്നു. ആഫ്റ്റർ അവേഴ്സ് ഓഫ് പോക്കിംഗ് അറൗണ്ട്, അങ്ങനെ ഒരുപാട് മണിക്കൂറുകൾക്ക് ശേഷം അവളിങ്ങനെ അന്വേഷിച്ച് നടന്നിങ്ങനെ പോവുകയാണ്. അന്വേഷിച്ച് നടന്നു പോയ ആ സമയത്ത് ഐ ഹേർഡ്, ഞാൻ എന്ത് ചെയ്യുന്നു, കേട്ടു. ജെൻറ്റിൽ സ്പ്ലാഷിങ് നിയർ ബൈ, തൊട്ടടുത്ത് വെള്ളം ചീറ്റി വരുന്ന ഒരു ശബ്ദം ഞാൻ കേട്ടു. ഇവൾ കേട്ടു വെള്ളം ഇങ്ങനെ ചീറ്റി വരുന്നത്. ആൻഡ് ഡിസ്കവേർഡ് എ ടൈനി ബ്രൂക്ക്, അങ്ങനെ ഞാൻ ഒരു ചെറിയ അരുവി ഞാൻ അവിടെ കണ്ടെത്തി. ശബ്ദം കേട്ട ഭാഗത്തേക്ക് പോയപ്പോൾ അതൊരു ചെറിയൊരു അരുവിയായിരുന്നു, ജലസ്രോതസ്സായിരുന്നു. മൈ പാരൻസ് ഹാഡ് ഇംപ്രസ്ഡ് ഓൺ മീ, ഒരിക്കൽ തൻ്റെ പാരൻസ് തൻ്റെ അടുത്ത് പറഞ്ഞൊരു കാര്യം അവൾ പറയുകയാണ്. എന്താണ് പറയുന്നത്, ദാറ്റ് വെൻ ലോസ്റ്റ് ഇൻ ദ ജംഗിൾ, നിങ്ങളും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്,
കാട്ടിൽ വെച്ച് നമുക്ക് വഴി തെറ്റിക്കഴിഞ്ഞാൽ, അതാണ് ഇനി പറയുന്നത്, നമ്മൾ കാട്ടിൽ അകപ്പെടുകയാണ്. കാട്ടിൽ അകപ്പെട്ട നമുക്ക് വഴി അറിയാത്തൊരു സിറ്റുവേഷൻ ഉണ്ടായിക്കഴിഞ്ഞാൽ എന്തു ചെയ്യണം? നിങ്ങൾ എന്ത് ചെയ്യും? ഒന്ന് ആലോചിക്കൂ. കാട്ടിൽ വെച്ച് നമുക്ക് ഒരു അപകടം പറ്റിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം ചെയ്യേണ്ട ഒരു കാര്യം ഇതാണ്: വൺ ഷുഡ് ആൾവേസ് ലുക്ക് ഫോർ സ്ട്രീംസ്. നമ്മൾ ആ കാട്ടിൽ അരുവി അന്വേഷിച്ചു പോയാൽ മതി. എന്താണ് പറഞ്ഞത്? സ്ട്രീം, അരുവികൾ ഉണ്ടാവുമല്ലോ, തോടുകളോ അരുവികളോ അങ്ങനെ എന്തെങ്കിലും അന്വേഷിച്ച് പോവുക എന്നാണ് പറഞ്ഞത്. നേരെ തോടോ അരുവികളോ ഉണ്ടോ നോക്കുക. ആൻഡ് ദെൻ ഫോളോ. ആ അരുവിയെയോ അല്ലെങ്കിൽ തോടോ എന്തെങ്കിലും ആയിക്കോട്ടെ, ഈ വെള്ളത്തിനെ ഫോക്കസ് ചെയ്ത് നമ്മളിങ്ങനെ പിന്തുടരുകയാണെന്നുണ്ടെങ്കിൽ ദം ടു ലാർജർ സ്ട്രീംസ്, അത് വലിയ അരുവികളിലേക്ക് എത്തും. നമുക്കറിയാം, ചാലുകൾ തോടുകളാവുന്നു, തോടുകൾ എന്തായിട്ട് മാറും അല്ലെ? പുഴകളായിട്ട് മാറും, പുഴകൾ കടലുകളായിട്ട് മാറും. അപ്പോൾ ഈ വെള്ളം പോകുന്നിടത്ത് ആണ് ആളുകൾ ഉണ്ടായിരിക്കുക. കാരണം കൃഷി ആളുകൾക്ക് ആവശ്യമുണ്ടെങ്കിൽ വെള്ളം വേണം. അപ്പോൾ നമുക്കറിയാം, എല്ലാ സംസ്കാരങ്ങളും ഉടലെടുത്തത്, എന്താ പറയുന്നത്, നിങ്ങൾ 9ാം ക്ലാസ്സിൽ തന്നെ പഠിച്ചിട്ടുണ്ട്, എല്ലാ സംസ്കാരങ്ങളും ഉടലെടുത്തത് ഒരു നദീതീരത്തിൽ നിന്നാണ് എന്നാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ നദി, പുഴ ഇതിനോടൊക്കെ ചേർന്നിട്ടാണ് ഏതൊരു കാലത്തും ജനങ്ങൾ താമസം ആക്കിയിട്ടുള്ളത്, അവരുടെ കൃഷിക്ക് വേണ്ടിയിട്ട്. അപ്പോൾ ആ അരുവിയെ ലക്ഷ്യമാക്കിയിട്ട് പോയി കഴിഞ്ഞാൽ വലിയ അരുവികളുടെ അടുത്തേക്കായിരിക്കും നമ്മൾ എത്തുന്നത്. റിവർ ആർ വാട്ട് ദ റോഡ്സ് ആർ ഹിയർ. കാട്ടിലെത്തിക്കഴിഞ്ഞു കഴിഞ്ഞാലുള്ള റോഡ് എന്ന് പറയുന്നത് എന്ത് തന്നെയാണ്? നദികളാണ്. കാട്ടിലെത്തിക്കഴിഞ്ഞാൽ കാട്ടിലെ റോഡ് എന്ന് പറയുന്നത് എന്താണ്? നദികളാണ്. കാരണം നദിയെ ലക്ഷ്യമാക്കി നമ്മളങ്ങനെ പോയി കഴിഞ്ഞാൽ നമുക്ക് മനുഷ്യന്മാരെ കാണാൻ പറ്റും. ആൻഡ് ദ ഇന്ത്യൻ ട്രൈബ്സ്, അവിടെ ആരുണ്ടായിരിക്കും? ആ കാട്ടിൽ ഇന്ത്യൻ ട്രൈബ്സ്, ആദിവാസികൾ അല്ലെങ്കിൽ ഗോത്രവർഗ്ഗക്കാർ, ഇന്ത്യക്കാരായിട്ടുള്ള ഗോത്രവർഗ്ഗക്കാർ. ആൻഡ് വൈറ്റ് പ്ലാന്റേഷൻ പീപ്പിൾ, എന്താണ്? വെള്ളക്കാരായിട്ടുള്ള എന്താ പറയുക, തോട്ട ഉടമകൾ. ഇവരെല്ലാവരും ജീവിച്ചിരുന്നത് എന്തിൻ്റെ തീരത്തായിരുന്നു? ലിവ് ഓൺ ദെയർ ബാങ്ക്സ്. ബാങ്ക്സ് എന്ന് പറഞ്ഞാൽ തീരം. എന്താ ബാങ്ക്സ് എന്ന് പറഞ്ഞാൽ തീരം. നിങ്ങൾ കേട്ടിട്ടുണ്ടേ, ആലുവ പുഴയുടെ തീരത്ത് നിന്ന് കേട്ടിട്ടില്ലേ? ആ തീരം എന്നുള്ള അർത്ഥം കിട്ടുന്നതാണ് ബാങ്ക്സ് എന്ന് പറയുന്നത്. അപ്പോൾ മനുഷ്യന്മാർ കർഷകരാണെന്നുണ്ടെങ്കിലും അതുപോലെ തന്നെ ആദിവാസികൾ, ഇവരെല്ലാവരും എന്തിൻ്റെ തീരത്തായിരുന്നു താമസമാക്കിയിരുന്നത്? നദീതീരങ്ങളിൽ ആസ്പദമാക്കിയിട്ട്. റിവേഴ്സ് ഇൻ ദ ട്രോപ്പിക്കൽ ഫോറസ്റ്റ് ഓഫ് പെറു. എന്താണ് ട്രോപ്പിക്കൽ ഫോറസ്റ്റ് എന്ന് പറഞ്ഞാൽ? എന്താണ്? പെറുവിലെ എന്താണ്? ഉഷ്ണമേഖല കാടുകൾ അല്ലേ? ഉഷ്ണമേഖല കാടുകൾ, പെറുവിലെ കാടുകളാണ്. മിയാൻഡർ ആൻഡ് സർക്കിൾ. എന്താണ് മിയാൻഡർ ആൻഡ് സർക്കിൾ എന്ന് പറഞ്ഞാൽ? വളഞ്ഞ് പൊളഞ്ഞ്. എന്താണ് പറഞ്ഞത്? പാമ്പ് സഞ്ചരിക്കുമ്പോൾ പാമ്പിൻ്റെ ശരീരം വളഞ്ഞിട്ടല്ലേ? ആ പാമ്പിൻ്റെ ആ ശരീരം പോലെ ഇങ്ങനെ വളയുന്ന ആ ഷേപ്പ് ഉണ്ടായിരിക്കും. ഇപ്പോൾ നമുക്കറിയാം, ചുരം കയറുന്ന സമയത്ത് വളവല്ലേ? അങ്ങനെയുള്ള വളവുകളെയാണ് നമ്മൾ മിയാൻഡർ എന്ന് പറയുന്നത്. എന്താ പറയുന്നത്? മിയാൻഡർ, വളഞ്ഞ് പൊളഞ്ഞ് അല്ലേ? പുഴകൾ വളഞ്ഞ് പൊളഞ്ഞാണ് പെറു എന്ന ഒരു രാജ്യത്ത്, ആഫ്രിക്കൻ രാജ്യമാണ് പെറു. ആ പെറുവിലൂടെ നദി ഒഴുകുന്നത് എങ്ങനെയാണ്? വളഞ്ഞ് പൊളഞ്ഞാണ് ഒഴുകുന്നത്. അതുകൊണ്ട് തന്നെ വൺ ക്യാൻ വാക്ക് ഫോർ കിലോമീറ്റേഴ്സ് എലോങ് ദ ബാങ്ക്. അതുകൊണ്ട് ഏതൊരാൾക്കും കിലോമീറ്ററുകളോളം എന്ത് ചെയ്യാൻ പറ്റും? ആ നദീതീരത്തെ ആസ്പദമാക്കി യാത്ര ചെയ്യാൻ സാധിക്കും. ആൻഡ് ഓൺലി അഡ്വാൻസ് 100 മീറ്റേഴ്സ് ടുവാർഡ്സ് വൺസ് ഡെസ്റ്റിനേഷൻ. അങ്ങനെ നമ്മൾ യാത്ര ചെയ്ത് കഴിഞ്ഞാൽ ഏകദേശം 100 മീറ്റർ ആവുമ്പോഴേക്കും ഏതൊരാൾക്കും അവരുടെ ലക്ഷ്യസ്ഥാനത്തേക്ക് എത്തിച്ചേരാനായിട്ട് സാധിക്കും എന്നാണ് പറയുന്നത്. ഡെസ്റ്റിനേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ലക്ഷ്യസ്ഥാനം. എന്താണ് ഡെസ്റ്റിനേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ലക്ഷ്യസ്ഥാനത്തേക്ക് എത്തിച്ചേരാൻ പറ്റും. ലക്ഷ്യസ്ഥാനം, ഡെസ്റ്റിനേഷൻ. എന്തായാലും നമുക്ക് ഇന്നത്തെ ക്ലാസ് ഇവിടെ വൈൻഡപ്പ് ചെയ്യാം. കുറച്ച് ലെങ്തി ആയിട്ടുള്ള ചാപ്റ്റർ ആയതുകൊണ്ട് 3 പാർട്ടായിട്ടായിരിക്കും ഈ വീഡിയോ ഉണ്ടായിരിക്കുക. 3 പാർട്ടായിട്ട്. പാർട്ട് 1 വീഡിയോ ഇവിടെ അവസാനിക്കുന്നു. പാർട്ട് 2 വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക്